എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്തയാഴ്ച നമ്മൾ കാണാൻ പോകുന്ന സത്യദാസിന്റെ കളിയാണ്. അറക്കൽ കുടുംബത്തിൽ കയറി അയാൾ കളിക്കാൻ പോവാണ്. അപ്പൊ ഗോവിന്ദിന്റെയും കുടുംബത്തെ താർക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളും പദ്ധതികളായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സത്യദാസിന്റെ കള്ളത്തരങ്ങളൊക്കെ അവസാനം പിടികൂടി ഗോവിന്ദ് അവിടെ നിന്ന് അടിച്ചിറക്കുവാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വിജയലക്ഷ്മിനെ കാണാൻ സത്യദാസ് വരുന്നേ. പിന്നീട് വിജയലക്ഷ്മിനെ വെല്ലുവിളിച്ചിട്ടാണ് സത്യദാസ് പോകുന്നത്. ഈ സമയം വിജയലക്ഷ്മി ആകെപ്പാടെ ധർമ്മസങ്കടത്തിലായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു പക്ഷെ അയാളെ താന് എന്തെങ്കിലും കാര്യത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യത്തിൽ തീരുമാനമാവും. ഇനി അനാർക്കലിയുടെ മോളാണ് രഞ്ജു എന്നുള്ള സത്യം അയാൾ എല്ലാവരുടെയും വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഇത്രയും കാലം താന് പൊന്നു ഭൂതം കാക്കുന്ന പോലെ കൊണ്ടുനടന്ന രഞ്ജുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും അതൊരിക്കലും പാടില്ല. ഗോവിന്ദ് സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല. പക്ഷെ ഗീതുവെങ്കിലും സത്യങ്ങൾ അറിയണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു മനസ്സെന്നറിയാം. വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം മാധവമേനന്റെ ശ്രാദ്ധം അടുത്ത് വരുമായിരുന്നു. ബലിയുടെ ചടങ്ങ്. ഗീതുവിനോട് ഗോവിന്ദ് ഈ കാര്യം പറയാണ്. കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. പ്രിയമോളുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് അച്ഛൻ മരിക്കുന്നത്, മാധവമേനൻ മരിക്കുന്നത് തന്നെ. ഈ തവണ നമുക്ക് രണ്ടുപേർക്കൂടെ ബലിയിടാൻ പോവാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, കണ്ണന്റെ കൂടെ ഞാനും വരാന്ന് പറയണം. അങ്ങനെ ഗോവിന്ദന്റെ കൂടെ ഗീതവും കൂടെ പോകാൻ ഒരുങ്ങുകയാണ്. ഈ സമയത്ത് ഗീത വിളിച്ച് വിജയലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങള് ബലിയിടാൻ പോകുന്ന കാര്യങ്ങളൊക്കെ. ഇത് കേട്ടപ്പോ വിജയലക്ഷ്മി പറഞ്ഞു, ഞാനും വരാൻ മോളേന്ന് പറയണ. ഗീതന് എന്തെന്നില്ലാതെ സന്തോഷമാണ്. ഗീത പറഞ്ഞു, തൽക്കാലത്തേക്ക് കണ്ണനോട് ഞാനിത് പറയണില്ല. അമ്മയുണ്ടെന്നറിഞ്ഞാൽ പിന്നെ അത് മതി. ഇവിടം തൊട്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഒരു കാര്യം ചെയ്താൽ മതി, അമ്മ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് വെക്കുവാണ്. അങ്ങനെ വിജയലക്ഷ്മി അവിടേക്ക് ചെല്ലുവാണ്, ബലിയിടുന്ന സ്ഥലത്തേക്ക്. ഈ സമയത്ത് ഗീതവും ഗോവിന്ദും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ബലിയിടാനായിട്ട് തുടങ്ങി. ബലിയൊക്കെ ഇങ്ങനെ ഇട്ട് അവരങ്ങനെ നിൽക്കുന്ന സമയത്തേക്കാണ് ആ സമയത്ത് സത്യദാസ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സത്യദാസിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും ഗീതനും മനസ്സിലായില്ല, ആരെ എന്താണെന്നൊന്നും മനസ്സിലായില്ല. പിന്നീട് സത്യദാസ് സ്വയം പരിചയപ്പെടുത്തുവാണ്. എനിക്ക് എന്നെ നിങ്ങൾക്ക് അറിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേങ്കില് അത് എന്റെ കുഴപ്പമല്ല. ഈ പറയുന്ന വിജയലക്ഷ്മി എന്നെ കുറിച്ച് നിങ്ങളോടൊന്നും പറയായിരുന്നോണ്ടാന്ന് പറയാ. ഇത് കേട്ടവൻ ഗോവിന്ദ് പറഞ്ഞു, നിങ്ങൾ ആരാ, എന്തിനെങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുകയാണ്. സത്യദാസ് ഭയങ്കരമായിട്ട് അഭിനയിച്ചാ വന്നിരിക്കുന്നത്. കാരണം വയ്യാത്ത ഒരാളെ പോലെ പ്രായമായ ഒരു വൃദ്ധന്റെ അവസ്ഥയിൽ വടിയേക്ക് ഊന്നിക്കുത്തിയാ വന്നിരിക്കുന്നത്. പിന്നീട് പറഞ്ഞു, ഞാൻ വിജയലക്ഷ്മിയുടെ ഭർത്താവാന്ന് പറയണേ. വിജയലക്ഷ്മിയുടെ ഭർത്താവ്? അതെ, മാധവമേനന്റെ ശേഷം ഞാനാണ് വിജയലക്ഷ്മിയുടെ ഭർത്താവ് എന്ന് പറയണേ. ഇത് കേട്ടതും ഗീതവും ഗോതും ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. അത് മാത്രല്ല, അത് എനിക്കൊരു മോളും കൂടെ ഉണ്ട്, എനിക്കും വിജയലക്ഷ്മിക്കും കൂടെ. ശിവരഞ്ജിനി നമ്മളുടെ പേരെന്ന് പറയാണ്. അത് കേട്ടപ്പം ഗോവിന്ദൻ സത്യമായിരിക്കും പറയണേ. കാരണം രഞ്ജുവിന്റെ പേര് ശിവരഞ്ജിനി എന്നാണ്. ഒന്നും അറിയത്തില്ലാതെ ഇയാൾ ഇങ്ങനെയൊന്നും ഒന്നും പറയില്ലല്ലോ. പെട്ടെന്ന് ഗീതന് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കണ്ണേട്ടാ, ഇയാൾ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക. കാരണം എന്നെ ഇതുവരെ ആയിട്ടും വിജയലക്ഷ്മി കുറെ കാലമായിട്ട് എന്നിൽ നിന്ന് അകന്നാ കഴിഞ്ഞിരുന്നേ. പക്ഷെ എനിക്ക് ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാ. എനിക്ക് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാൻ പോലും പറ്റില്ല. എന്നെ ഒരുമാതിരി ഉപേക്ഷിച്ച അവസ്ഥയിലൊക്കെയാന്ന് പറയണം. എനിക്ക് എന്റെ മോളെ കാണണം, എന്റെ മോളോടൊപ്പം എനിക്ക് കുറച്ചാളും ജീവിക്കണം, അതൊക്കെ എന്റെ ആഗ്രഹം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗോവിന്ദ് പറഞ്ഞു, അല്ല നിങ്ങളും ഭർത്താവ് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു ചോദിക്കുക. ഇതിൽ കൂടെ ഇനി എന്താ തെളിവ് കണ്ടിരിക്കുന്നേ? അല്ല, ഒരച്ഛൻ വന്നിട്ട് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കണം. പിന്നീട് അറക്കൽ കുടുംബത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. വിജയലക്ഷ്മിനെ കുറിച്ചുള്ള എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദിന് മനസ്സിലായി, ഇയാൾ ഒന്നും അറിയാത്തവനല്ല. അങ്ങനെയാണെങ്കിൽ ഇയാള് തന്റെ അമ്മയുടെ രണ്ടാം ഭർത്താവായിരിക്കും എന്നൊരു ചിന്ത മനസ്സിലാക്കി വരണം. അപ്പോഴേക്കാണ് വിജയലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. വിജയലക്ഷ്മി ഒന്നും ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഗീതു ചോദിച്ചു, സത്യം പറയാമേ, ആ നിൽക്കുന്ന അയാൾ ആരാ? അമ്മയുടെ രണ്ടാം ഭർത്താവാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി. കാരണം സത്യദാസിനെ കണ്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയപ്പേ. എന്താ മോളെ നീ പറഞ്ഞേ? എന്റെ രണ്ടാം ഭർത്താവാ? അതെ. പറഞ്ഞ അങ്ങനെയാ. രഞ്ജുവിന്റെ അച്ഛൻ അയാളെന്ന് പറഞ്ഞ വന്നിരിക്കുന്നു പറയണം. തലയ്ക്കൊരു കൂടം കൊണ്ട് അടിയേറ്റ ഒരു അവസ്ഥയെ. വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് വിജയലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് അയാളുടെ കോളന്ന് കളി പിടിക്കുകയാണ്. താൻ എന്താടോ പറഞ്ഞേ? എന്റെ രഞ്ജുവിന്റെ അച്ഛനാണോ? തന്നെ ഇനി ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് കുറെ അടിയിടിയൊക്കെ കൊടുക്കണം. അപ്പോഴേക്കും ഗീതവും ഗോന്നും ഇടയ്ക്ക് കയറുവാണ്. ഇടയ്ക്ക് കയറി ഇടപെട്ടു. അമ്മ എന്താ കാണിക്കണം ചോദിച്ചിട്ട് വിജയലക്ഷ്മിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ്. വിജയലക്ഷ്മി പറഞ്ഞു, അവനെ ഇനി ഞാൻ കൊല്ലൂന്നും പറഞ്ഞുകൊണ്ട് വരുവാണ്. ഈ സമയം സത്യദാസ് പറഞ്ഞു, കണ്ടില്ലേ, അവൾക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ല, അത് അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാ.
ഗോവിന്ദന് തോന്നി ഇയാൾ പറയുന്നത് എന്തോ ഒരു സത്യം ഇല്ലാതില്ലല്ലോ, അമ്മ ഇത്രമാത്രം രോഷാകുലി ആകണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തേലും കാണുമെന്ന്. പിന്നീട് അവരങ്ങനെ പോവാണ്. പോയി കഴിഞ്ഞപ്പോൾ ഗീത പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം അയാൾ പറഞ്ഞ് ശരിയായിരിക്കുമോ, രഞ്ജുവിന്റെ അച്ഛനായിരിക്കും അയാള്. അങ്ങനെയാണെങ്കിൽ രഞ്ജുവിന് ഭയങ്കര സന്തോഷമായിരിക്കും, തന്റെ അച്ഛനെങ്കിലും തനിക്ക് കിട്ടിയില്ലോ, അച്ഛനോടൊപ്പം കഴിയാനായിട്ട് അവൾക്കും ആഗ്രഹം കാണത്തില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അർക്കിലേക്ക് കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കുകയാണ്. കൊണ്ടുവരാനോ, നീ എന്തൊക്കെ ഗീതു പറയണേന്ന് ചോദിക്കാം. അല്ല, ഒരു പക്ഷേങ്കില് ഗോവിന്ദന്റെ രണ്ടാനച്ഛനും കൂടെ അല്ലേ അതെന്ന് ചോദിക്കാം. ഇതേ ഒരക്ഷരം പോലും മിണ്ടിപ്പോയക്കല്ലേ, ഇത്രയും കാലം ഞാൻ എന്റെ പെറ്റമ്മയോട് ആ കാര്യം ചോദിച്ചുകൊണ്ടിരുന്ന രഞ്ജുവിന്റെ അച്ഛനാരാ, നിങ്ങൾ വേറെ വിവാഹം കഴിച്ചോന്നൊക്കെ. പക്ഷെ ഒരിക്കൽ പോലും അവരതിനെ മറുപടി തന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇത്രയും കാലം എന്റെ അച്ഛനെ അവർ ശരിക്കും ചതിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറയാണ്. ഗോവിന്ദന് ഭയങ്കര സങ്കടമായിരുന്നു. സത്യദാസിന്റെ അങ്ങനെ ആ കാര്യം ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയാണ്. സത്യദാസ് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങുവാണ്. അവസാനം ഗോവിന്ദ് സത്യദാസിനെ അറക്കൽ വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. വിജയലക്ഷ്മി ആകെപ്പാടെ തകർന്നുപോയി. ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല. വിജയലക്ഷ്മി മനസ്സിലായി അറക്കൽ വീട്ടിൽ കയറി പറ്റിയിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ താൻ എങ്ങനെ തന്റെ സത്യസന്ധത പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് അറിയില്ല. പിന്നീട് ഗീതനെ വിജയലക്ഷ്മി വിളിച്ചിട്ട് ഗീതനോട് പറയാണ്, അയാളെ വിശ്വസിക്കരുത്, അയാൾ എന്റെ ഭർത്താവല്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഗീത പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെ പറയണേ, രഞ്ജുവിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്താ പോരെന്നൊക്കെ ചോദിക്കണം. വിജയലക്ഷ്മിക്ക് മനസ്സിലായി താൻ പറഞ്ഞിട്ട് ഗീത പോലും അത് മനസ്സിലാക്കുന്നില്ലോന്ന്. പക്ഷെ ഗീതുവിന്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഒരു പക്ഷെ അമ്മ ഇങ്ങനെ ഒരിക്കലും കള്ളം പറയേണ്ട കാര്യമില്ല, അമ്മ പറയത്തുമില്ല. അപ്പൊ പിന്നെ അയാൾ എന്തിനായിരിക്കും വന്നേ? എന്തായാലും ആട്ടെ, അയാൾ വീട്ടിലേക്ക് വരുവാണെങ്കിൽ അയാളുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വീട്ടിൽ തന്നെ അവൻ താമസിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഗോവിന്ദനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം. അങ്ങനെ അയാൾ വീട്ടിലേക്ക് വരുവാണ്. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാധിക ഒന്ന് ഞെട്ടി. പക്ഷെ രാധികയ്ക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വിജയലക്ഷ്മിയുടെ ഭർത്താവാന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സത്യദാസ് എന്ന ഭാസ്കരൻ വീട്ടിൽ കയറിയിരിക്കുന്നത്. രാധികയ്ക്കും അയാളെ നേരത്തെ അറിയാം. രാധികയ്ക്കും അനാർക്കലിക്കും വിജയലക്ഷ്മിക്കും ഒക്കെ അറിയാവുന്ന. അങ്ങനെ അയാൾ വന്ന് അവിടെ ആധിപത്യം സ്ഥാപിക്കുകയാണ്. രഞ്ജുവിന് എന്തെന്നില്ലാത്ത സന്തോഷം, തന്റെ അച്ഛനെ കണ്ടല്ലോ. പിന്നീട് സത്യദാസിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത്രയും നാളും എന്നിട്ട് എന്താ വെച്ചാൽ എന്നെ കാണാൻ പോലും വരാതിരുന്നേന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, നിന്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു മോളെ, അതുകൊണ്ടാ. പിന്നെ എവിടെ ഉണ്ടെന്ന് നീ അതൊന്നും എനിക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിയണേ നീ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ, അതുകൊണ്ടാ വന്നേന്നൊക്കെ പറയാണ്. ഒന്നാമത്തെ കാര്യം രഞ്ജു പ്രഗ്നന്റ് ആയിട്ടും കൂടി ഇരിക്കുക. അതുകൊണ്ട് രഞ്ജുവിന് ഇരട്ടി സന്തോഷമായിരുന്നു. ആ സമയം രാധയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. എന്തിനായിരിക്കും പോലും ഇയാൾ വന്നേന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് രാധികാമ്മ സത്യദാസിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് സത്യം പറ ഭാസ്കര, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കണം. വന്നെന്തിനാന്ന് മനസ്സിലായില്ലേ? എനിക്ക് കുറച്ച് കണക്കുകളും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്, അതിനു വേണ്ടി വന്നാന്ന് പറയാണ്. അല്ല, രാധയ്ക്ക് എന്താ എന്നെ കണ്ടൊരു വെപ്രാളം ചോദിക്കാം. എനിക്കറിയാം നിന്റെ വരവ് വെറുതെ ആയിരിക്കില്ലെന്ന്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന ഗോവിന്ദന് 2 സഹോദരനും 1 സഹോദരിയുണ്ട്, ഞാൻ പറഞ്ഞ് ശരിയല്ലേന്ന് ചോദിക്കുകയാണ്. രാധിക ഒരു നിമിഷം ഞെട്ടിപ്പോയി. അത്രയ്ക്ക് പ്രതീക്ഷയില്ല. അതിനർത്ഥം ഇനിയിപ്പോ വരുണനെ കൂടാതെ രാധയ്ക്ക് ഒരു മകനും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അതൊരു പക്ഷെ ഇനി പറയാൻ പറ്റില്ല. ഈ സത്യദാസിന്റെ ആണോ, ഇനിയിപ്പോ രാധയ്ക്ക് വേറെ ആരെങ്കിലും ജനിച്ച കുഞ്ഞാണോന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ഗോവിന്ദിന് പോലും അറിയത്തില്ലാത്ത കാര്യമാണ്. പക്ഷെ സത്യദാസ് അത് വിളിച്ചു പറയാണ്. രാധികയ്ക്ക് വല്ലാത്തൊരു ഭയം, ഇയാൾ തന്റെ കുടുംബജീവിതം താർക്കും, മിക്കവാറും ഇവിടുന്ന് തന്നെ കെട്ടുകെട്ടിക്കാനാണോ വന്നേന്ന്. അവസാനം സത്യദാസ് പറഞ്ഞു, എന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് പോവാം. പക്ഷെ അല്ലാതെ എന്നെ എതിർത്ത് ഇവിടെ നിൽക്കാനാണെങ്കിൽ അറിയാലോ രാധികെ, നിന്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. മാധവമേനനെ ഇല്ലാതാക്കാനായിട്ട് നീ നടത്തിയ ഗൂഢതന്ത്രങ്ങളൊക്കെ അതിനി ഞാൻ പറയണോ? എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാന്നൊക്കെ പറയുക. അവസാനം രാധിക സത്യദാസിന്റെ കാലെ കയ്യെ പിടിക്കുകയാണ്. ദൈവത്തെ ഓർത്ത് എന്റെ ജീവിതം തകർക്കരുത്, ഇവിടെ കാര്യങ്ങളൊന്നും വിളിച്ചു പറയല്ലെന്നൊക്കെ പറയാണ്. പിന്നീട് ഗീതന് ഭയങ്കര സംശയമായി. കാരണം ആ സത്യദാസിന്റെ ആ പെരുമാറ്റത്തിലൊക്കെ ഗീതന് എവിടെയോ എന്തോ ഒരു പന്തികൂട് തോന്നി. ശരിക്കും പറഞ്ഞാല് ഇത് രഞ്ജുവിന്റെ അച്ഛൻ തന്നെയാണോ എന്നൊരു ചിന്തയുണ്ടായി. കാരണം അതിനുശേഷമുള്ള അയാളുടെ പെരുമാറ്റത്തിലൊക്കെ വലിയ ഒരു എന്തൊക്കെ ഒരു പോരായ്മകൾ തോന്നി. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. ഇയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടണം. പിന്നീട് ഗോവിന്ദനോട് ചെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നല്ല സംശയമുണ്ട്, അമ്മ പറഞ്ഞത് ശരിയാണെന്നോ, ഒരു പക്ഷേങ്കിൽ ഇയാള് വേറെ എന്തോ ഗൂഢലക്ഷ്യത്തോടെ ഇങ്ങോട്ട് കയറി വന്ന പോലെ തോന്നുന്നത്. രഞ്ജുവിന്റെ അച്ഛനാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം DYSP ഗോവിന്ദന്റെ ഫ്രണ്ടാണല്ലോ. അങ്ങനെ DYSPയെ വിളിച്ചിട്ട് സത്യദാസിനെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവസാനമാണ് ആ വിവരങ്ങളൊക്കെ കിട്ടുന്നത്. സത്യദാസ് ഇത്രയും കാലം ജയിലിലായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു, എന്തിനാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണേ. എല്ലാം
അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദന് സഹിക്കാൻ പറ്റിയില്ല. കാരണം ഗോവിന്ദന് മനസ്സിലായി എല്ലാരും കൂടെ ചേർന്ന് തന്നെ ചതിക്കുമെന്ന്. രാധികാമയും ഇയാളും എല്ലാരും കൂടെ ചേർന്നിട്ട് അങ്ങനെ അവസാനം കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കുകയാണ്. അങ്ങനെ അയാളെ അവിടുന്ന് അടിച്ചോടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് അയാൾ ആ ഞെട്ടിക്കുന്ന സത്യം പറയുന്നത്. രഞ്ജു ആരുടെ മകളാന്നുള്ള സത്യം, അനാർക്കലിയുടെ മകളാന്നുള്ള കാര്യം ഗോവിന്ദനോട് തുറന്നു പറയാണ്. ഗോവിന്ദന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അത്. അതിനെ ഭയന്നാണ് വിജയലക്ഷ്മി അറക്കലേക്ക് വരാത്ത പോലും. കാരണം വിജയലക്ഷ്മിക്ക് അറിയാം താൻ ചെന്ന് സത്യദാസിനെ കുറിച്ചുള്ള എന്തെങ്കിലും കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കില് രഞ്ജു അനാർക്കലിയുടെ മോളാന്നുള്ള അയാൾ വിളിച്ചു പറയുന്ന അത് പേടിച്ചിട്ട് മാത്രമായിരുന്നു. പക്ഷെ അവസാനം ഗോവിന്ദ സത്യങ്ങളൊക്കെ കണ്ടെത്തുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.